സംസ്ഥാനത്ത് നിക്ഷേപക സംഗമം 2025 ഫെബ്രുവരിയിൽ നടത്താൻ മന്ത്രിസഭാ യോഗ തീരുമാനം. വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് പരിപാടി നടത്തുക. എസ് സുരേഷ്, എം.ആർ. അജിത് കുമാർ എന്നിവർക്ക് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനും തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച പരിശോധനാ സമിതിയുടെ ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ നോക്കാം. എസ് ഷീജ. ഇന്നത്തെ മന്ത്രിസഭാ യോഗം രണ്ട് സുപ്രധാന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. അതിൽ ഒന്ന് നിക്ഷേപക സംഗമമാണ്, മറ്റൊന്ന് പോലീസിലെ ഉന്നതരുടെ സ്ഥാനക്കയറ്റവും. നിക്ഷേപക സംഗമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2025 ഫെബ്രുവരി 21, 22 തീയതികളിലായിട്ടാണ് ഈ ഒരു നിക്ഷേപക സംഗമം കൊച്ചിയിൽ നടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള അംഗീകാരമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് 2025 എന്ന പേരിലാണ് ഈ ഒരു നിക്ഷേപക സംഗമം സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിലെ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് 2023 വ്യവസായ നയത്തിന് അനുസൃതമായി തന്നെ കേരളത്തിലെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ കൂടുതൽ ശക്തി പകരുക, അതോടൊപ്പം തന്നെ ഏകോപിപ്പിക്കുക. ഇത് ലക്ഷ്യമിട്ടാണ് ഈ ഒരു നിക്ഷേപക സംഗമം സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടികളിലേക്കും സർക്കാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗ തീരുമാനത്തിലൂടെ കടന്നിരിക്കുകയാണ്. മറ്റൊന്ന് പോലീസിലെ ഉന്നതരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ചുള്ള കാര്യമാണ്. DGP റാങ്കിലേക്ക് 2 പേർക്കാണ് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത്. അത് 1995 ബാച്ചിലെ സുരേഷ് രാജ് പുരോഹിതും അതോടൊപ്പം തന്നെ M.R. അജിത് കുമാർ, ഇവരെ രണ്ടുപേരെയുമാണ് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകി ആ പട്ടികയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ADGP പദവിയിലേക്ക് 2000 ബാച്ചിലെ തരുൺ കുമാർ, അതോടൊപ്പം തന്നെ IG പദവിയിലേക്ക് എത്തുന്നത് 2007 ബാച്ചിലെ ദേബേഷ് കുമാർ ബെഹ്റ, ഒപ്പം തന്നെ ഉമ, രാജ്പാൽ മീണ, ജയനാഥ് ജെ എന്നിവരാണ്. ഇതിനു പുറമെ DIG പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നവർ 2011 ബാച്ചിലെ യതീഷ് ചന്ദ്ര, ഹരിശങ്കർ, കാർത്തിക് കെ, പ്രതീഷ് കുമാർ, T നാരായണൻ എന്നിവരാണ്. നിലവിലേതായാലും 94 ബാച്ചായിട്ടുള്ള മനോജ് എബ്രഹാമിന് ശേഷമാണ് DGP റാങ്കിലുള്ളവരുടെ ഈ ഒരു അർഹതാ പട്ടിക വരിക. അതുകൊണ്ട് തന്നെ മനോജ് എബ്രഹാമിന് ശേഷം ആ പട്ടികയിൽ പിന്നീട് വരുന്നത് സുരേഷ് രാജ് പുരോഹിതായിരിക്കും. അതിനുശേഷം M.R. അജിത് കുമാർ. ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ക്രമം വരിക. ഇത് സംബന്ധിച്ച് മന്ത്രിസഭാ യോഗത്തിന് മുന്നിലേക്ക് ഇതിൻ്റെ പരിശോധനാ സമിതിയുടെ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള പരിശോധനാ സമിതിയാണ് ഇതിൻ്റെ റിപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഈ സ്ഥാനക്കയറ്റങ്ങൾക്ക് അംഗീകാരം മന്ത്രിസഭ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ 2 തീരുമാനങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എന്ന് പ്രധാനമായും പറയാൻ സാധിക്കുക. ശരി, എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.